യെസ്, എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. ടെക്സ്റ്റ് കയ്യിലില്ലാത്തവര് ടീച്ചറിന്റെ സ്ക്രീനിൽ നോക്കുക. ടീച്ചർ ഗ്രൂപ്പിൽ ടീച്ചർ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കിട്ടിയോ? ചാപ്റ്റർ നമ്മുടെ 2 അപ്പനി പിന്നീട് ടെക്സ്റ്റിന്റെ PDF ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നോക്കുക. ഇല്ല ഉള്ളവര് എല്ലാരും ബുക്ക് എടുത്ത് തുറന്ന് ടീച്ചർ വായിക്കുമ്പോ എന്താ ചെയ്യണ്ടേ? കയ്യിൽ വിരൽ വെച്ച് ടീച്ചറിന്റെ കൂടെ വായിക്കണം. ടീച്ചർ ഇന്ന് മീനിങ് ആണ് പറയാൻ പോകുന്നത്. മലയാളത്തില് എന്താ ചെയ്യണ്ടേ? ഓരോ വേർഡിന്റെ അർത്ഥങ്ങൾ അവിടെ എഴുതിയിടുക. കേട്ടല്ലോ? യെസ്. സോ പാർട്ട് 2 അപ്പനി ബിന്നി. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാം, എല്ലാരും നോക്കിയിരിക്കണം കേട്ടോ. बिन्नी की आंखें देखती है चमकते तारे, बिन्नी की नाक सूंघती है फल फूल सारे, बिन्नी के कान सुनते हैं रोज नई कहानी, बिन्नी की जीभ चखती है चीजें खट्टी मीठी, बिन्नी के 2 नन्हे हाथ ताली बजाने में देते साथ, बिन्नी के 2 नन्हे पैर रस्सी कूदते और करते सैर, बिन्नी का मुंह बोलता है मीठा और नरम, बिन्नी का चेहरा रहता है खिला खिला हरदम. സോ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ടീച്ചർ ഈ ലൈനിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യണം, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട്. ഓക്കെ, സോ ബിന്നി കി ആഖേ, ആഖേ എന്താ ടീച്ചർ പറഞ്ഞേ? ഐസ്. ബിന്നി കി ആഖേ ക്യാ കർത്തി ഹേ? देखती है. देखती है, देखना मतलब കാണുക, ടു സീ. ഓക്കെ, ബിന്നി കി ആഖേ എന്ത് ചെയ്യുന്നു? ബിന്നിയുടെ കണ്ണുകൾ കാണുന്നു. ഓക്കെ, എന്ത് കാണുന്നു? ചമക്തേ താരേ. ചമക്തേ താരേ, താരേ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർസ്, നക്ഷത്രം. ചമക്തേ താരേ, ചമക്കന എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൈൻ ചെയ്യുക, തിളങ്ങുക. ഓക്കെ, സോ തിളങ്ങുന്ന, ഷൈൻ ചെയ്യുന്ന എന്താണ്? സ്റ്റാറിനെ ബിന്നിയുടെ കണ്ണുകൾ കാണുന്നു. മനസ്സിലായോ? ആദ്യത്തെ 2 ലൈനിന്റെ അർത്ഥങ്ങള്, അർത്ഥം മനസ്സിലായോ? बिन्नी की आंखें क्या देखती है? चमकते तारे. चमकते तारे मतलब ഷൈനിങ് സ്റ്റാർസ്, തിളങ്ങുന്ന നക്ഷത്രം. എല്ലാരും അർത്ഥം എഴുതിയെടുത്തോ? അമ്മയോട് എഴുതി തരാൻ പറയൂ കേട്ടോ, ലൈനിന്റെ അർത്ഥം, വേർഡിന്റെ അർത്ഥം. കേട്ടല്ലോ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടീച്ചർ ഇപ്പൊ പറഞ്ഞു, ഏതിൽ വേണമെങ്കിലും എഴുതിയെടുക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ബിന്നി की नाक सूंघती है फल फूल सारे. ബിന്നി കി നാക്ക്, നാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്ക്, നോസ്. സൂങ്തി ഹേ, സൂങ്ന മത്ലബ് മണക്കുന്നു, സ്മെൽ ചെയ്യുന്നു, ടു സ്മെൽ. ബിന്നിയുടെ മൂക്ക് മണക്കുന്നു. എന്ത് മണക്കുന്നു? ഫൽ ഫൂൽ സാരേ. ഫൽ മത്ലബ് ഫ്രൂട്ട്സ്, ഫൂൽ മത്ലബ് ഫ്ലവേഴ്സ്. സോ പഴങ്ങളും പൂക്കളും ഒക്കെ മണക്കുന്നു. എന്താണ് മണക്കുന്നത്? ബിന്നിയുടെ നാക്ക്, ബിന്നിയുടെ മൂക്ക്. സോ ബിന്നി കി നാക്ക് സൂങ്തി ഹേ ഫൽ ഫൂൽ സാരേ. ബിന്നിയുടെ മൂക്ക് മണക്കുന്നു. എന്താണ് മണക്കുന്നത്? ഫൽ, ഫൽ മത്ലബ് ഫ്രൂട്ട്, ഫൂൽ, ഫൂൽ മത്ലബ് ഫ്ലവേഴ്സ്, പൂക്കളും പഴങ്ങളും ഒക്കെ ബിന്നിയുടെ നാക്ക് മണക്കുന്നു. ഓക്കെ, കിട്ടിയല്ലോ? പിന്നെ बिन्नी के कान सुनते हैं रोज नई कहानी. बिन्नी के कान, कान मतलब, കാൻ എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചർ പഠിപ്പിച്ചേ? മേസ, എന്താണ് കാൻ? ഇയേഴ്സ്. സോ ബിന്നി കെ കാൻ, കാൻ എന്താ ചെയ്യുന്നത്? സുൻതേ ഹേ, കേൾക്കുന്നു. എന്ത് കേൾക്കുന്നു? रोज नई कहानी. रोज मतलब ഡെയിലി, ദിവസവും. നയി കഹാനി, പുതിയ പുതിയ കഥകൾ കേൾക്കുന്നു. കഹാനി മത്ലബ് സ്റ്റോറി.
ഓക്കെ, സോ ബിന്നിയുടെ ചെവികൾ എന്ത് ചെയ്യുന്നു? ബിന്നിയുടെ ചെവികൾ ദിവസവും, റോസ് മത്ലബ് ഡെയിലി, ദിവസവും പുതിയ പുതിയ കഥകൾ കേൾക്കുന്നു. റോസ് ഡെയിലി, നൈ മത്ലബ് പുതിയത്, കഹാനി മത്ലബ് സ്റ്റോറീസ്, കഥകൾ ബിന്നിയുടെ ചെവി കേൾക്കുന്നു. കിട്ടിയ എല്ലാവർക്കും? 2 ലൈൻ്റെ അർത്ഥം കിട്ടിയല്ലോ? ആർക്കെങ്കിലും അർത്ഥം ഏതെങ്കിലും കിട്ടാതുണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ്. ഓക്കെ, ടീച്ചർ പതുക്കെ പതുക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ ബിന്നി കെ കാൻ സുൻതേ ഹേ റോസ് നൈ കഹാനി. ഇവിടെ വരെ കിട്ടിയല്ലോ. അടുത്തത്, ബിന്നി കി ജീപ് ചക്തി ഹേ ചീസേ ഖട്ടി മീठी. ബിന്നി കി ജീബ്, ജീബ് മത്ലബ് ടങ്, ടങ് എന്ത് ചെയ്യുന്നു? ചക്തി ഹേ, ചഖ്ന മത്ലബ് ടു ടേസ്റ്റ്, സ്വാദ് നോക്കുന്നു, സ്വാദ് അനുഭവിക്കുന്നു. എന്താണ് എന്താണ് സ്വാദ് ചെയ്യുന്നത്? ചീസേ ഖട്ടി മീठी, ചീസേ. ഓക്കെ, ഖട്ടി മീठी, ഖട്ടി എന്ന് പറഞ്ഞാൽ പുളിയുള്ളത്, മീഠി എന്ന് പറഞ്ഞാൽ മധുരമുള്ളത്. പുളിയുള്ളതും മധുരമുള്ളതുമായ സാധനങ്ങൾ ബിന്നിയുടെ നാക്ക് ടേസ്റ്റ് ചെയ്യുന്നു, സ്വാദ് നോക്കുന്നു. ഓക്കെ, സോ ഖട്ടി മത്ലബ് എന്താണ്? സോർ തിങ്സ്, സോർ ഫുഡ്. സോർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുളിയുള്ളത്. മീഠി എന്ന് പറഞ്ഞാൽ എന്താണ്? മധുരമുള്ളത്, സ്വീറ്റ്. പുളിയുള്ളതും മധുരമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ബിന്നിയുടെ നാക്ക് ടേസ്റ്റ് ചെയ്യുന്നു. കിട്ടിയല്ലോ? ബിന്നി കി ജീപ് ചക്തി ഹേ ചീസേ ഖട്ടി മീഠി. അടുത്തതോ, ബിന്നി കെ ദോ നൻഹേ ഹാത്ത് താലി ബജാനെ മേ ദേത്തെ സാത്ത്. ബിന്നി കെ ദോ നൻഹേ ഹാത്ത്, ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈകൾ, നൻഹേ ഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞു കൈകൾ, ചെറിയ കുട്ടികളുടെ കുഞ്ഞു കൈകളല്ലേ. സോ നൻഹേ എന്ന് പറഞ്ഞാൽ സ്മോൾ, കുഞ്ഞു ചെറിയ കൈകൾ എന്ത് ചെയ്യുന്നു? താലി ബജാനെ മേ ദേത്തെ സാത്ത്. താലി ബജാന, ക്ലാപ്പിംഗ്, കൈ കൊട്ടുക, താലി ബജാന. സോ 2 കൈകളും കൈ കൊട്ടാൻ ചേർന്ന് രണ്ടുപേരും 2 കൈകളും കൊണ്ട് കൈ കൊട്ടുന്നു. താലി ബജാനെ മേ ദേത്തെ സാത്ത്. സോ നിങ്ങൾക്കറിയാം, ഒരു കൈ കൊണ്ട് നമുക്ക് ക്ലാപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ, 2 കൈയും വേണം. സോ 2 കൈയും ചേർന്ന് എന്ത് ചെയ്യുന്നു? ക്ലാപ്പ് ചെയ്യുന്നു. ബിന്നിക്ക് സ്മോൾ ഹാൻഡ് എന്താണ്? ക്ലാപ്പിംഗ്. ഓക്കെ, ബിന്നിക്ക് ദോ നൻഹേ ഹാത്ത്, ക്ലാപ്പ് ചെയ്യുന്നു. താലി ബജാനെ മേ ദേത്തെ സാത്ത്, 2 കൈകളും ചേർന്ന് ക്ലാപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ബിന്നി കെ ദോ നൻഹേ പേർ रस्सी कूदते और करते सैर. അടുത്ത കൈ കഴിഞ്ഞു, ഇനി അടുത്ത എന്താണ്? കാലിന്റെ കാര്യമാണ് പറയുന്നത്. കാൽ എന്ത് ചെയ്യുന്നു? നൻഹേ പേർ, ചെറിയ കാലുകൾ. പേർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലുകൾ. കാലുകൾ എന്ത് ചെയ്യുന്നു? കാലുകൾ റസി കൂദ്ന. റസി കൂദ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിപ്പ് ചെയ്യുക. നമ്മൾ കയറുകൊണ്ട് ഇങ്ങനെ ചാടില്ലേ? അറിയില്ലേ? സ്കിപ്പിംഗ് അറിയോ ഇല്ലയോ? കേട്ടിട്ടുണ്ടോ? നോ? യെസ്. ഓക്കെ, ഈ റസി എന്ന് പറഞ്ഞാൽ കയറ്, കൂദ്ന എന്ന് പറഞ്ഞാൽ ചാടുക. എന്താണ്? സ്കിപ്പിംഗ് ചെയ്യുന്നതിനാണ് പറഞ്ഞത് റസി കൂദ്ന. ഓർ കർത്തെ സേർ. സേർ എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കാൻ പോവുക. ഓക്കെ, കാലുകൾ കൊണ്ട് നടക്കുന്നു. പിന്നെന്താണ്? നമ്മുടെ കയറ് വെച്ച് ചാടുന്നു. ഇതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ബിന്നിക്ക് ദോ നൻഹേ പേർ, കാലുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, then बिन्नी का मुंह बोलता है मीठा और नरम. ബിന്നി കാ മൂഹ്, മൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗത്ത്, വായ. ബിന്നിക്ക് മുഹ് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ബോൽത്താ ഹെ, ബോൽന ടു സ്പീക്ക്. ബോൽന എന്താണ്? സ്പീക്ക് ചെയ്യുന്നത്, എന്താണ് സംസാരിക്കുന്നത്? മീഠ ഓർ നരം, സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നു. മീഠ മത്ലബ് സ്വീറ്റ്, നരം മത്ലബ് സോഫ്റ്റ്. സോഫ്റ്റ് ആയിട്ട്, നേർമയായിട്ട്, മധുരമായിട്ട്
സംസാരിക്കുന്നു. ആരാണ് സംസാരിക്കുന്നത്? ബിന്നിയുടെ വായ സംസാരിക്കുന്നു. മീഠ മീഠ ഓർ നരം, സോഫ്റ്റ് ആയിട്ടും മധുരമായിട്ടും ബിന്നിയുടെ വായ സംസാരിക്കുന്നു. മനസ്സിലായല്ലോ? ദ ലാസ്റ്റ് വൺ ഈസ് ബിന്നി കാ ചെഹര രഹതാ ഹേ ഖിലാ ഖിലാ ഹർദം. സോ ബിന്നി കാ ചെഹര, ചെഹര എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ്. ഫേസ് എപ്പോഴും എങ്ങനെയാണ്? ഖിലാ ഖിലാ ഹർദം. ഖിലാ ഖിലാ, ഹർദം എന്ന് പറഞ്ഞാൽ എപ്പോഴും, ഓൾവേസ്. ഖിലാ ഖില എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വികസിച്ച് സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നു, നല്ല വിടർന്ന് വികസിച്ച് നല്ല ജ്വലിച്ചിങ്ങനെ ഇരിക്കുന്നു. ഖില ഖില എന്താണ്? നല്ല ഉണർവിലിരിക്കുന്നു, നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു, മുഖം തിളങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് പറയുന്നത് ഖില ഖില ഹർദം. ഹർദം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. ബിന്നിയുടെ ചെഹര എന്താണ്? വളരെ മനോഹരമായിട്ടിരിക്കുന്നു, എപ്പോഴും നല്ല സുന്ദരമായിട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, സോ കിട്ടിയല്ലോ എല്ലാ ലൈനിന്റെ അർത്ഥം? ടീച്ചർ ഒന്നും കൂടെ വേഗത്തിൽ പറഞ്ഞുതരാം, എല്ലാരും നോക്കണം. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർത്ഥം എഴുതിയെടുക്കുക. ഓക്കെ, ബിന്നി കി ആഖേ ദേഖ്തി ഹേ ചമക്തേ താരെ. ബിന്നിയുടെ കണ്ണുകൾ കാണുന്നു. എന്താണ് കാണുന്നത്? ചമക്തേ താരെ, ഷൈനിങ് സ്റ്റാർസ്, തിളങ്ങുന്ന നക്ഷത്രം കാണുന്നു. ബിന്നി കി നാക്ക് സൂങ്തി ഹേ ഫൽ ഫൂൽ സാരേ. ബിന്നിയുടെ മൂക്ക് മണക്കുന്നു. എന്ത് മണക്കുന്നു? ഫ്രൂട്ട്സും, എന്താണ്, ഫലങ്ങളും ഫ്ലവേഴ്സും മണക്കുന്നു. ഫൽ മത്ലബ് ഫ്രൂട്ട്സ്, ഫൂൽ മത്ലബ് ഫ്ലവേഴ്സ്. ഓക്കെ, സോ പൂക്കളും എന്താണ് നമ്മളുടെ ഫലങ്ങളും ബിന്നിയുടെ മൂക്ക് മണക്കുന്നു. ദെൻ ബിന്നി കെ കാൻ സുൻതേ ഹേ റോസ് നയി കഹാനി. ബിന്നിയുടെ ചെവികൾ കേൾക്കുന്നു. എന്ത് കേൾക്കുന്നു? ദിവസവും, റോസ് ദിവസവും, ഡെയിലി, നയി കഹാനി പുതിയ പുതിയ സ്റ്റോറികൾ കേൾക്കുന്നു. ബിന്നി കി ജീബ് ചക്തി ഹേ. ബിന്നിയുടെ നാക്ക് ടേസ്റ്റ് ചെയ്യുന്നു. എന്ത് ടേസ്റ്റ് ചെയ്യുന്നു? ഖട്ടി മീഠി ചീസേ, പുളിയുള്ളതും മധുരമുള്ളതുമായിട്ടുള്ള സാധനങ്ങൾ ബിന്നിയുടെ നാക്ക് ടേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ബിന്നി കെ ദോ നൻഹേ ഹാത്ത് താലി ബജാനെ മേ ദേത്തെ സാത്ത്. ബിന്നിയുടെ രണ്ട് കുഞ്ഞു കൈകൾ, നൻഹേ എന്ന് പറഞ്ഞാൽ സ്മോൾ, കുഞ്ഞു കൈകൾ ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് കൈകളും ചേർന്ന് ക്ലാപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ബിന്നി കെ ദോ നൻഹേ പേർ. രണ്ട് കുഞ്ഞു കാലുകൾ എന്ത് ചെയ്യുന്നു? രസ്സി കൂദ്ന, സ്കിപ്പിംഗ് കയറ് കൊണ്ട് ചാടാനും അതുപോലെ നടക്കാനും പോകുന്നു. ബിന്നിയുടെ കുഞ്ഞു കൈകൾ, സേർ കർണ മത്ലബ് നടക്കാൻ പോവുക. ഓക്കെ, സോ ബിന്നിയുടെ രണ്ട് കുഞ്ഞു കാലുകൾ നടക്കാൻ പോകുന്നു, അതുപോലെ കയറ് ചാടാനും ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ ബിന്നി കാ മുഹ് ബോൽത്താ ഹേ മീഠ ഓർ നരം. ബിന്നിയുടെ വായ സംസാരിക്കുന്നു. എങ്ങനെ സംസാരിക്കുന്നു? മീഠ ഓർ നരം, വളരെ സ്വീറ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നേർമയായിട്ടും സംസാരിക്കുന്നു. ലാസ്റ്റ് വൺ എന്താണ്? ബിന്നി കാ ചെഹര രഹതാ ഹേ ഖിലാ ഖിലാ ഹർദം. ബിന്നിയുടെ ഫേസ് എപ്പോഴും എങ്ങനെയിരിക്കും? നല്ല ഷൈൻ ചെയ്ത് വികസിച്ച് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഈ ആർക്കെങ്കിലും ഈ ഏതെങ്കിലും ലൈനിന്റെ അർത്ഥമോ ഏതെങ്കിലും വേർഡിന്റെ അർത്ഥമോ കിട്ടാതെ ഉണ്ടെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്. റേസ് ഹാൻഡിന്റെ ബട്ടൺ കൊടുത്തേ. ആർക്കെങ്കിലും ഏതെങ്കിലും ലൈൻ മനസ്സിലാവാതെയോ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവാതെയോ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റേസ് യുവർ ഹാൻഡ്. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ടീച്ചർ പഠിപ്പിച്ചു. അടുത്തത് ച എങ്ങനെയാ എഴുതുന്നത്? വേണ്ട, കിട്ടിയോ? ഒന്നുകൂടെ എഴുതാട്ടോ. ഇത് നോക്കിയാ കൂടെ എഴുതാം. ഇത് നോക്കിയാ അടുത്തത്
നീ എഴുതുന്ന പോലെ എഴുതിയിട്ട് കുനിപ്പിടുക. നിങ്ങൾ എഴുതുമ്പോ വൃത്തിയായിട്ട് എഴുതണം. ടീച്ചർ എഴുതുന്ന അത്ര വൃത്തിയാവുന്നില്ല, കാരണം പെൻ വെച്ചിട്ട് എഴുതുകയാണ് സ്ക്രീനിൽ. ഓക്കെ, വൃത്തിയായിട്ട് ഉരുട്ടി എഴുതണം കേട്ടോ. നീ എഴുതുന്ന പോലെ എഴുതുക, എന്നിട്ട് മേളിലേക്ക് കൊണ്ടുപോയി ഒരു കുനിപ്പിടുക. ഓക്കെ, ടച്ച് ആവണം കേട്ടോ മേളിൽ പോയിട്ട്. ഓക്കെ, അടുത്തത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാ, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയിട്ട് സീതി രേഖ, खड़ी रेखा, सीधी रेखा. ओके, च छ ज. അടുത്തത് च छ ज छ. അതായത് ലെറ്റർ നമ്മുടെ സ്വരാക്ഷരനകത്ത് ഈ എഴുതത്തില്ലേ, ഈ എഴുതുന്ന പോലെ എഴുതിയിട്ട് കയ്യിലിട്ടിട്ട് സ്വരാക്ഷരത്തില് ഈ എഴുതുന്ന പോലെ ആദ്യം ഈ എഴുതുക, അതിനുശേഷം ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ, ച ജ ച ഛ ജ ഛ. അടുത്ത ലാസ്റ്റ് വേർഡ് ഛ ഛ ജ ഛ ങ്. കണ്ടോ? ഹാഫ് വ്യത്യാസമുണ്ട്, കുറച്ച് പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. ടീച്ചർ പറയുന്ന ആ വേരിയേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഛ ഛ ജ എന്ന് പറയില്ലേ നമ്മള്. ഓക്കെ, ഓക്കെ, ലാസ്റ്റ് ലെറ്റർ ഞ്ഞ. ഓക്കെ, സോ അപ്പൊ ഇത് എഴുതി പഠിക്കുക. ഓക്കെ, ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ എന്താണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ബുക്കിൽ ഡോട്ടഡ് ലൈൻ ഉണ്ട്. ടീച്ചർ എഴുതിയത് കാണാൻ അല്ലെങ്കിൽ മനസ്സിലായില്ല, എഴുതാൻ പറ്റാത്തവർ എന്താ ടീച്ചർ പറഞ്ഞേ, ക്ലാസ് 1ന്റെ ബുക്കില് ഡോട്ടഡ് ലൈനിൽ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം എഴുതുക, അതിനുശേഷം നിങ്ങൾ നോട്ട്ബുക്കില് എഴുതി പഠിക്കുക. എല്ലാവരും ലെറ്റേഴ്സ് തറോ ആയിരിക്കണം, എന്നാലേ ഈ വർഷം നമുക്ക് മാത്രകൾ പഠിക്കാൻ പറ്റും. സമയം കിട്ടുമ്പോഴൊക്കെ എന്താ ചെയ്യണ്ടേ, അക്ഷരങ്ങൾ എഴുതി പഠിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ടീച്ചർക്ക് അടുത്ത ക്ലാസ്സിന്റെ സമയമായി. അപ്പൊ എല്ലാവരും പോയം വായിച്ചുകൊണ്ട് വരിക. ഓക്കെ, വേർഡുകൾ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണുക, സംശയം ഉള്ളത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ചോദിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ എക്സസൈസ് ഉണ്ട്. ടീച്ചർ സമയമുള്ള പോലെ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ടീച്ചർ ഗ്രൂപ്പിൽ ടീച്ചർ എഴുതി ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, ആ ദിയ മോള് വേഗം പറയൂ, അടുത്ത ക്ലാസ് നമ്മളെ നാളത്തെ ക്ലാസ്സിന് ഇല്ലെന്നോ, അങ്ങനെയാണോ പറഞ്ഞത്? അതെയോ, എന്ത് പറ്റി? നാളെ ആന്റിയുടെ വീട്ടിൽ പോവാ. ആണോ? എന്നിട്ട് എപ്പോഴാ വരുന്നേ? വൈകിട്ട് വരും. ഓക്കെ, സാരമില്ല കേട്ടോ, റെക്കോർഡ് ചെയ്ത വീഡിയോ കാണും കേട്ടോ മോളെ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ബൈ.